ഗൈസ് ഇതെൻ്റെ പുലിക്കോടിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇടാൻ കുറച്ച് ലേറ്റ് ആയത് മറ്റൊന്നുമല്ല, ഇപ്പം ക്രിസ്മസ് എക്സാം ലേറ്റ് ആയിട്ടാണ് വെച്ചതുകൊണ്ട് തന്നെ 23rd കഴിഞ്ഞുകൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീ ആക്കാനൊക്കെ ഞാൻ ക്രിസ്മസിൻ്റെ ഇന്നലെ രാത്രിയായിട്ടാണ് ഞാൻ പുൽക്കൂട്, ഇന്നലെ ഒരു 8:30 ടൈമാണ് ഞാൻ പുൽക്കൂട് സെറ്റ് ചെയ്ത് തന്നെ. അപ്പം അതൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ ഇത് എഡിറ്റ് ചെയ്യാൻ തന്നെ കുറേ ടൈം എടുത്തുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇടാൻ ലേറ്റ് ആയിപ്പോയത്. ഇതുവരെയുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ പാർട്സാണ് കേട്ടോ ഞാൻ ഈ എടുത്ത് കൊണ്ടുവന്നത്. അപ്പം എല്ലാം കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇതിന് മുമ്പത്തെ ഭാഗം മാത്രം ഫുൾ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ റൂഫാണ് കേട്ടോ. അടുത്തത് അതിൻ്റെ ബേസാണ്. നേരത്തെ കണ്ടത് അതിൻ്റെ ബാക്കിലുള്ളതും പിന്നെ മുമ്പിലുള്ളതാണ് മൊത്തം പൊട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം മുമ്പിലുള്ളത് നമുക്ക് പുതിയത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത് നന്നായിട്ട് ഞാൻ വേറൊരു വലിയൊരു കാർഡ്ബോർഡ് എടുത്തു വന്നിട്ടുണ്ട്. ഇത് മുറിച്ചിട്ട് നമുക്ക് ബാക്കത്തെ ആ ഒരു ഓട് പോലത്തെ ഇല്ലേ, ആ ഒരു ഹൗസിൻ്റെ ഷേപ്പിൽ നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് ലെങ്ത്തിലും ബ്രെഡ്ത്തിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ കുറേ വീഡിയോസ് എനിക്ക് ആരും എടുക്കാനൊന്നും ഭയങ്കര തിരക്കിൽ പുൽക്കൂട് ഉണ്ടാക്കാവുന്നതാണ്. കുറേ ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ഞാൻ പെന്നുകൊണ്ട് വരച്ചിട്ട് കട്ടർ കൊണ്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പുൽക്കൂട് ഞാൻ കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത് ഫ്ലെക്സ് ക്വിക്ക് കൊണ്ടാണ് കേട്ടോ. അതാകുമ്പോൾ വേഗം നമുക്ക് ഒട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാം വരച്ചെടുത്തു. ഇതന്നെ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും. ഇതിന് മുമ്പത്തെ വശാൽ തന്നെ അത് വേലിയൊക്കെ സെറ്റാക്കാനുള്ള കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. വരച്ചെടുക്കാനും കട്ടർ കൊണ്ട് കട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനിയെങ്കിലും പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചും കൂടി നേരത്തെ ഉണ്ടാക്കാൻ നോക്കുക, അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള തെറ്റ് എല്ലാവർക്കും പറ്റും. ബന്ധപ്പെട്ട് ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ ഒരു 20-22ഓളം ഐറ്റംസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും എൻ്റെ പ്ലാൻ പോലെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരു ക്രിസ്മസ് ട്രീയും ഒരു സ്റ്റാറും ഉണ്ടാക്കുന്നത് മാത്രമായിരുന്നു എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. സ്റ്റാർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ഇന്ന് തന്നെ ഇടാൻ നോക്കുന്നതായിരിക്കും. ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇടാനൊക്കെ ആയിട്ട്. എല്ലാം എൻ്റെ പ്ലാൻ പോലെ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. സാധനങ്ങളൊന്നും കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ക്രിസ്മസ് ട്രീ ഒക്കെ ആക്കുന്ന പൈപ്പ് ക്ലീനിനൊക്കെ പല കടകളിൽ പോയിട്ട് അന്വേഷിച്ചിട്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതും ഒരു 10 മാത്രമായിരുന്നു കിട്ടിയിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്രിസ്മസ് സെറ്റായിട്ട് നേരത്തെ എല്ലാ ക്രാഫ്റ്റ്സിൻ്റെയും പ്ലാൻസൊക്കെ തുടങ്ങി നമുക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് ക്രിസ്മസ് ആണിത്. അതുകൊണ്ട് തന്നെ മനോഹരമാക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ബട്ട് എനിക്കത് എൻ്റെ പ്ലാൻ പോലും ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ക്രിസ്മസ് പുൽക്കൂട് പോലും എൻ്റെ പ്ലാനിലല്ല നടത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതിനും നന്നായിട്ട് ഞാൻ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലുക്കിൽ പോലും എനിക്ക് ഇപ്രാവശ്യത്തെ പുൽക്കൂട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ഫ്ലെക്സ് ക്വിക്ക്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ചെറിയ ഡിഫറൻസൊക്കെ വരും, അതിൽ കുഴപ്പമില്ല. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലും നമ്മൾ ലെങ്ത് എടുത്തിട്ട് കട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് കുറേ ടൈം എടുത്തത് കേട്ടോ. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളിവിടെ 123 സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ട്. ഏകം തന്നെ അതൊരു 200ലേക്ക് നമുക്ക് എത്തിക്കാൻ നോക്കണം. അപ്പോൾ ഏകദേശം 2 ദിവസം കൊണ്ടായിരുന്നു ഏറ്റവും എൻ്റെ പുൽക്കൂടിൻ്റെ പണി കഴിഞ്ഞത്. നാളെ എൻ്റെ കസിൻസൊക്കെ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവരൊക്കെ കൂട്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ കസിൻസ് വന്നതുകൊണ്ടാണ് ഏകദേശം ഇന്നലെ ഒരു 8:30 രീതിയിലെങ്കിലും എനിക്ക് എൻ്റെ പുൽക്കൂട് സെറ്റ് ചെയ്ത് തീർക്കാൻ പറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇതിൻ്റെ വേലികളാണ്. അപ്പോൾ നമുക്ക് വേലികളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയതായിരുന്നു തന്നെ കട്ട് ചെയ്യാൻ നല്ല പണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു കാർഡ്ബോർഡിനെ ചെറിയ 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 പീസുകളാക്കിയിട്ടാണ് ആ ഒരു വേലിനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി രാവിലെ ആയിരുന്നു എക്സാം. അപ്പം 23rd എക്സാം കഴിഞ്ഞിട്ട് വന്ന് ചെയ്യുന്ന പണികളായിരുന്നു ഇതൊക്കെ. ഇതേമാതിരി കിട്ടിയതിന് നേരത്തെ കട്ട് ചെയ്തതിന് ഉള്ളൊക്കെ കട്ട് ചെയ്യണം. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ വേലിയൊക്കെ സെറ്റ് ചെയ്യണം. ഇപ്രാവശ്യം ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു.
ബട്ട് എൻ്റെ ഒരു തിരക്ക് കാരണം അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അടുത്ത കൊല്ലം നമ്മൾ ക്രിസ്മസ് ട്രീ പുൽക്കൂടും ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അതൊന്നും കാണാൻ മറക്കരുത്. വേലിയൊക്കെ കട്ട് ചെയ്യാനായിട്ട് അമ്മയും ചെറുങ്ങനെ സഹായിച്ചുകൊണ്ട് തന്നെ ഏകദേശം വേലിയൊക്കെ വേഗം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. 6 വേലികളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 3 ലെഫ്റ്റ് സൈഡും 3 റൈറ്റ് സൈഡും ആയിട്ടാണ് വെക്കാനാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കുറുകെ ഒരു കാർബോർഡും കൂടി വെക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വേറൊരു കാർബോർഡും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലെങ്ത്തിലുള്ളൊരു കാർബോർഡാണ്. ഇതാണ് ആ ലെങ്ത്തിലുള്ള കാർബോർഡ്. ഇത് നമുക്ക് ഈ 3 എടുക്കുന്ന സമയത്ത് ഈ 3 കുറുകെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്കി തന്നിട്ടുണ്ട്. ഇതേമാതിരി നമുക്ക് വെച്ച് കൊടുക്കാം. അടിപൊളിയായിരിക്കും. അപ്പോൾ അത് നമുക്കൊരു റിയാലിറ്റി ലുക്ക് കിട്ടുന്നതുകൊണ്ടാണ്. ഞാനിതിന് പെയിൻ്റൊന്നും അടിക്കുന്നില്ല. ബിക്കോസ് പെയിൻ്റ് അടിച്ചാൽ പിന്നെ നമ്മുടെ ഈ ഫ്ലെക്സ് ക്യൂക്ക് ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഈ അതിൻ്റെ ഈ ഇതുണ്ടാവില്ലേ, ഒട്ടിയ സ്ഥലം ഉണ്ടാവില്ല, അതൊക്കെ കാരണം വൃത്തികേടായിരിക്കും. ഞാനിവിടെ പെയിൻ്റ് ഒന്നും അടിക്കുന്നില്ല. അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയും ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് വരെ എൻ്റെ പുൽക്കൂടിലെ പുല്ല് എന്നും സെറ്റായിട്ടില്ല. നാളെ കസിൻസൊക്കെ വന്നിട്ട് പുല്ല് പറിക്കാമെന്ന് വെച്ച് നിന്നതാണ്. ഫൈനലി പുൽക്കൂടിൻ്റെ അവസാന നിമിഷമാണ് നമുക്ക് പുല്ല് തന്നെ കിട്ടിയത്. നമ്മൾ അങ്ങ് ദൂരെ ഒരു പറമ്പത്ത് പോയിട്ട് പറിച്ചു കൊണ്ടുവരുവാണ് ചെയ്തത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പുല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒട്ടിക്കാനും എങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫ്ലെക്സ് ക്യൂക്കൊക്കെ ഇതിൽ മൊത്തമായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടിക്കുന്നുണ്ട്. ഇത് വെച്ചാൽ കൈക്കായാൽ എന്തോ തരിതരിപ്പ് പോലെ ഉണ്ടാവും. നല്ല ഇത് ഒഴിക്കുന്ന സമയത്ത് തന്നെ ഒരു പുകയും വരുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നല്ലതാവാണ്. തന്നെ മൂക്കൊക്കെ പൊത്തിയിട്ട് വേണം കേട്ടോ ഉച്ചക്ക് ചെയ്യാനായിട്ട്. ഞാനത് പെന്നൊക്കെ മാർക്ക് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ വല്ലാത്തൊരു സ്മെല്ലാണ് ഇതിൻ്റെ. അത് ഇപ്പോൾ ചെറിയ കുട്ടികൾ ചെയ്യാണ്ട് നിൽക്കുക കേട്ടോ. ഞാനും ചെറിയ കുട്ടി തന്നെയാണ്, എന്നാലും എൻ്റെ ഒരു പ്രായത്തിലുള്ളത് ചെയ്യാൻ നോക്കുക. എനിക്ക് വളരെ പേടിയാണ് ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്യാനായിട്ട്. എൻ്റെ കൈ മൊത്തം ഫ്ലെക്സ് ക്യൂക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഓരോന്ന് ലെയർ ബൈ ലെയർ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അത് ഇങ്ങനെ ഞാൻ ഒട്ടിക്കുന്നുള്ളതൊക്കെ. എൻ്റെ കൈ ഒട്ടി ഗൈസ്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെയൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷം മുഴുവനായിട്ടുണ്ട്. വേഗം ഒട്ടിക്കിട്ടും കേട്ടോ. നമുക്ക് ഇത് വേഗം ഒട്ടിത്തീയും. പക്ഷേ ഇത് കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ കാർഡ്ബോർഡ് വേഗത്തിൽ ഫ്ലെക്സ് ക്യൂക്ക് വലിച്ചെടുക്കുന്നുണ്ട് തന്നെ അത് വേഗം ഒട്ടിപ്പോകുന്നുണ്ട്, ഉണങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അവർ പച്ച തേക്കുന്ന ടൈമിൽ തന്നെ നമ്മളൊന്ന് അത് ഒട്ടിച്ചു കൊടുക്കണേ. ഇതിനെ ബാക്കിയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവേ. ഇനി മാർക്ക് ചെയ്ത രീതിയിൽ ഒട്ടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതുപോലെ ആയിട്ടില്ല കേട്ടോ. കാരണം ഈ മാർക്ക് ചെയ്ത സ്ഥലം ഞാൻ ആ ഒരു കാർഡ്ബോർഡിന് അടുത്തായിട്ടാണ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്.
അതുകൊണ്ട് തന്നെ അതായിട്ടുണ്ടായിരുന്നില്ല. അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഞാനതിന് മുട്ടി ഒട്ടിക്കുന്നതുകൊണ്ട് തന്നെയാണ് അത് കളഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡായിട്ട് ഒട്ടിക്കുന്നത് ആ ഒരു പശ. പിന്നെ അതെന്തോ അവിടെ ഒട്ടിക്കുന്ന സമയത്ത് അത് അതിനായിട്ട് മുട്ടി നിൽക്കുന്ന മാതിരി ഉണ്ടാവും. പിന്നെ നമുക്ക് അത്ര തോന്നില്ല. അത് ഒട്ടിച്ചത് ഞാൻ തല തിരിഞ്ഞാണ് ഒട്ടിച്ചത്. അതും എനിക്ക് കുറച്ച് ആദ്യം ഒട്ടിക്കണം. ഉണ്ട് അവിടെയുള്ള മുട്ടി നിൽക്കും. അത് ഞാൻ തല തിരിഞ്ഞിട്ടാണ് ഒട്ടിച്ചത്. അതിൻ്റെ മുൻഭാഗം ഇതായിരുന്നു. വേഗം അത് വലിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ കിട്ടില്ല. അങ്ങനെ നമുക്ക് 3 ഒട്ടിച്ചെടുത്ത് അതിൻ്റെ മുകളിൽ വേലിക്ക് മുകളിലായിട്ട് കുറുകെ ഒന്നും കൂടി കാർഡ്ബോർഡ് കഷ്ണം കൂടി ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ മുറിച്ചെടുത്ത ലെങ്ത്തിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ പാടില്ല. നമുക്ക് വേണ്ട രീതിയിൽ അതിനെ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് മാത്രമാണ് നമ്മളത് ഒട്ടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അത് നമ്മുടെ ഫ്രണ്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് പാർട്സൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒട്ടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ഒറ്റക്കായിരുന്നു ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത് കേട്ടോ.
ഇതിൻ്റെ ബേസും റൂഫൊക്കെ ഞാൻ കാണിച്ചാൽ അതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ ബേസാണ്, ഇതിൻ്റെ മുൻവശം, ഇതിൻ്റെ ബാക്ക് വശമുണ്ട്. ഇതിൻ്റെ ബാക്ക് വശമാണ്. അപ്പം നിങ്ങളുടെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ബാക്കും, നോർമലായത് ഫ്രണ്ടുമായിട്ടാണ് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ പഴയത്, അതിൻ്റെ ബാക്കിലുള്ളത് പുതിയത്. നമുക്ക് പഴയത് ചാടിയിട്ട് പുതിയതെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയത് 2025. 2025 കഴിയാനായി, 2026 അപ്പോൾ എല്ലാവർക്കും നാളത്തേക്ക് വേണ്ടി അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ബാക്ക് വശം, അതിൻ്റെ മുമ്പ് വശമാണ്. ബാക്ക് വശം ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ഇതേമാതിരി തുളയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായത്. റിയാലിറ്റി ലുക്കൊക്കെ വേണ്ടേ. പിന്നെ പിറ്റേ ദിവസമായിരുന്നു ബാക്കിയുള്ളതൊക്കെ. പിന്നെ കസിൻസൊക്കെ വന്നുകൊണ്ട് തന്നെ അവരൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെ പുൽക്കൂട് ഇതാ സെറ്റായിട്ടുണ്ട് കേട്ടോ, നിങ്ങളത് കണ്ടോ നോക്കൂ. നമ്മുടെ പുൽക്കൂട് സെറ്റായി കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ കറവൊക്കെ ആയിട്ടില്ലേ ഫ്ലെക്സ് കേക്കിൻ്റെത്. അപ്പം ഞാൻ മുകളിലായിട്ടൊരു കുഞ്ഞ് നക്ഷത്രം കൂട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ പുല്ലാണ് വെക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ആർട്ടിഫിഷ്യൽ പുല്ലും മുകളിൽ ഒറിജിനൽ പുല്ലുമാണ് വെക്കുന്നത്. പിന്നെ എൻ്റെ കസിൻസൊക്കെ സഹായിക്കാനുള്ളതുകൊണ്ട് തന്നെ വേഗം തീർന്നിട്ടുണ്ടായിരുന്നു. അവിടെ ധ്രുവൻ നിന്ന് കളിക്കുന്ന കോപ്രായങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട കേട്ടോ. നമ്മൾ ആർട്ടിഫിഷ്യൽ പുല്ലൊക്കെ നിങ്ങൾ കാണിച്ചിട്ട് വേണം. എനിക്ക് പല സ്ഥലത്തുനിന്നും പീസസ് കിട്ടിയതാണ്. ഞാൻ വേറെ ഇവിടെ നിന്ന് മുറിച്ചെടുത്തതൊന്നല്ല. പല സ്ഥലത്തു നിന്ന് എനിക്ക് ഇങ്ങനെ പീസസ് കിട്ടുന്നതിന് ഞാൻ കൂട്ടി വെച്ച് ഇങ്ങനെ ആക്കിയതാണ്. അങ്ങനെ നമുക്കതിന് മുകളിൽ സെറ്റാക്കി വെക്കാം. ഞാനിവിടെ വെറുതെ വെക്കുക, ഇന്ന് പശയൊന്നും എടുക്കുന്നില്ല. കാരണം അതിൻ്റെ മുകളിൽ കുറേ ഐറ്റംസൊക്കെ വെക്കുമ്പോൾ തന്നെ വെയിറ്റായിട്ട് അവിടെ നിന്നോളും. ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്ത് പീസസ് ആക്കി വെച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ പശയൊന്നും ഇട്ടിട്ട് അത് ഒട്ടിക്കുന്നില്ല. ഗൈസ്, ഫൈനലി നമ്മുടെ എന്താണ് പുൽക്കൂടിനുള്ളിൽ ഫുൾ ഗ്രാസസ് ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല പച്ചപ്പ് വരുന്നില്ലേ. അപ്പോൾ ഈ ഒരു ഗ്രീൻ നമ്മുടെ പുൽക്കൂടിനെ ഭയങ്കര അട്രാക്റ്റ് ആക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾക്ക് ഇങ്ങനെ വെച്ചെടുത്തത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ കാർബോർഡിനുള്ളിൽ സ്വിച്ചൊക്കെ കണക്ട് ചെയ്ത് ലൈറ്റും ഒരു ഫാൻ പോലെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്രാവശ്യം അതൊന്നും ആക്കാനുള്ള സമയം എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ പുൽക്കൂടല്ലേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇപ്പം അതിനുള്ളിൽ യേശു വന്നു ഗൈസ്. യേശുവിനിപ്പോൾ വെറുതെ എടുത്ത് വെച്ചതാണ്. യേശുവിന് വെക്കാനായില്ല. അപ്പം നമ്മളങ്ങനെ പുല്ലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. പുല്ലൊക്കെ ഒട്ടിച്ചിട്ട് ഇനി ക്രിസ്മസിൻ്റെ നമ്മുടെ പുൽക്കൂട് വെക്കേണ്ട സ്ഥലം സെറ്റാക്കണ്ടേ. അപ്പോൾ ആദ്യം തന്നെ അവിടെ ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി അടിച്ച് വാരി വൃത്തിയാക്കി. പിന്നെ നമ്മുടെ ഒരു പൊട്ടിയ കസേരയിലാണ് നമ്മൾ വെച്ചത്. അപ്പോൾ അത് അങ്ങ് ബാക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ കഴുകി വെള്ളത്തിലൂടെ അടിച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അതാണ് അതിൻ്റെ മുകളിൽ മൊത്തം വെള്ളമുള്ളത്. ഇനി നമ്മുടെ പുൽക്കൂട് അതിന് മുകളിൽ വെച്ച് കൊടുക്കാം. ടണ്ടടേ. ഇനി നമുക്കതിൻ്റെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട്. അത്യാവശ്യം അത്ര കൂടുതലായിട്ട് ഡെക്കറേഷനൊന്നുമില്ല, എന്നാലും ഒരു 3-4 വർഷം ആയി ഞാൻ ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ അതിനുള്ള ക്രിസ്മസ് പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേമാതിരി ഒരു മിനിങ്ങുന്ന തോരണം പോലെ ഞാൻ ഇപ്പോൾ കാണുന്ന പുല്ല് നിങ്ങൾ നോക്കണ്ട. ഇപ്പോൾ കുറച്ച് പുല്ലുള്ളൂ. വയ്യ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറേ പുല്ലുകളൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഷോർട്ട് വീഡിയോയിൽ ക്രിസ്മസ് ട്രീ ഇടാൻ ഞാൻ മറന്നുപോയി. അത് ആ ക്രിസ്മസ് ട്രീ നിങ്ങൾ കണ്ടോളും. പിന്നെ യേശുവിന് കുറച്ച് അവിടെ ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് മിനിങ്ങുന്ന തോരണങ്ങളൊക്കെ വെച്ചെടുത്ത്. പിന്നെ കുറച്ച് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീയിലൊക്കെ വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ബെല്ലും ബോളും ഒക്കെ നമുക്ക് തൂക്കി കൊടുക്കാം കേട്ടോ. ഡ്രമ്മും ബോളും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം.
സ്നോ എഫക്റ്റിന് വേണ്ടി നമ്മൾ മഞ്ഞാണ് റൂഫിന് മുകളിൽ വെച്ചെടുത്തത്. പക്ഷേ നമ്മളൊരു സ്നോ ഒരു ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ളിൽ മൊത്തമായിട്ടും ഗ്രാസിനുള്ളിൽ എന്താണ് പച്ച ഗ്രാസിനുള്ളിൽ മുകളിലായിട്ട് ഉള്ളിൽ നമ്മൾ ഫുള്ള് ഈ ബീഡ്സും പിന്നെ തെർമോക്കോൾ ഇങ്ങനെ എന്താണ് ചിരണ്ടി ഇടില്ല അതേമാതിരി ഇട്ടിട്ടാണുള്ളത്. ഇപ്പം രാത്രി ഫെയറി ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലൈറ്റ് കേട്ടോ. മൾട്ടി കളർ ലൈറ്റായിരുന്നു എൻ്റെ ഈ വിഷയം ഉണ്ടായിരുന്നത്. യെല്ലോ മാത്രം ഉള്ളതുണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു. രാത്രി നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ വീഡിയോയിൽ എനിക്ക് റിയൽ ലുക്ക് പോലെ എടുക്കാനുണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എൻ്റെ ആ ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ഒക്കെ കാണാൻ നല്ല വൃത്തിയുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫൈനൽ ലുക്ക് നിങ്ങളെയും കൂടി കാണിക്കാൻ അത്ര രീതിയായിട്ട് എനിക്ക് പറ്റുന്നില്ല. റിയൽ ലുക്ക് പോലെ നിങ്ങൾ കാണിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇതിൻ്റെ ക്യാമറയുടെ പ്രശ്നമായിരിക്കാം. നമ്മളൊരു ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് എഡിറ്റൊക്കെ എല്ലാം കൊളായിട്ടുണ്ടായിരുന്നു. എന്നാലും എഡിറ്റൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സമയം ഉണ്ടെങ്കിൽ എൻ്റെ ഡാൻസൊക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും കേട്ടോ. ക്രിസ്മസിൽ നിങ്ങൾക്ക് ഒരു പാട്ട് കൂടി ധ്രുവയുടെ വകയുണ്ട്. അപ്പം നമുക്ക് ധ്രുവയുടെ പാട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ധ്രുവയുടെ അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് സോങ് നിങ്ങൾക്കായിട്ട് ധ്രുവ ആലപിക്കുന്നുണ്ട്. ക്രൈസ്റ്റ് ക്രിസ്മസ് നമുക്ക് കഴിഞ്ഞു. ഈ ഹാപ്പി ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് കുറച്ച് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റിനാണ് ഒരു ഗിഫ്റ്റ് കാർഡ് എന്തെങ്കിലും ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആരും കാണാൻ മറക്കരുത് കേട്ടോ. ഇവിടെ ഇതേമാതിരി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ പുൽക്കൂട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പുൽക്കൂടും എൻ്റെ ക്രിസ്മസ് ട്രീയും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് രാവിലെ ഉള്ള ലുക്കായിരുന്നു കേട്ടോ. വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.